So next problem is the problem number 5. Estimate the stator core dimensions, number of stator slots and number of stator conductors per slot for a 140 HP 3300 volt 50 Hz 12 pole star connected slip ring induction motor with the following data. Average gap density 0.4 Weber per meter square, specific electric loading equal to 25,000 ampere conductors per meter, efficiency equal to 0.9, power factor equal to 0.9, and winding factor equal to 0.96. Choose main dimensions to give best power factor. The slow loading should not exceed 500 ampere conductors. So this is a slip ring induction motor. മെയിൻ ഡയമെൻഷൻസ് ആണ്. ഇപ്പോൾ സ്റ്റേറ്റ് കോർ ഡയമെൻഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിതിൻ്റെ റോട്ടർ ഇതിൻ്റെ കൂടെ കണ്ടുപിടിക്കുന്നില്ല. റോട്ടർ ഡിസൈൻ പ്രത്യേകമാണ്. റോട്ടർ അവിടം വരെ ആയില്ല. റോട്ടർ ഡിസൈൻ പ്രത്യേകം. ഇപ്പോൾ സ്ലിപ്പ് റിംഗ് റോട്ടർ ആണെങ്കിൽ അതിനൊരു ഡിസൈൻ, സ്ക്വിറൽ കേജ് റോട്ടർ ആണെങ്കിൽ വേറെ. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റർ ഭാഗം മാത്രമാണ് ഇപ്പോൾ ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റേറ്ററിൻ്റെ ലെങ്ത്, സ്റ്റേറ്റർ എന്ന് പറയുമ്പോൾ ഇൻസൈഡ് ഡയമീറ്റർ ഓഫ് ദ സ്റ്റേറ്റർ ഓർ സ്റ്റേറ്റർ ബോർ, പിന്നെ ലെങ്ത്, പിന്നെ നമ്പർ ഓഫ് സ്റ്റേറ്റർ കണ്ടക്ടേഴ്സ് പെർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റേറ്റർ സ്ലോട്ട്സ് ആൻഡ് നമ്പർ ഓഫ് സ്റ്റേറ്റർ കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്. ഒരു സ്ലോട്ടിൽ എത്ര കണ്ടക്ടേഴ്സ്, അതിനകത്തുള്ള ഡേറ്റയൊക്കെ തന്നിട്ടുണ്ട്. കൂടാതെ the main dimensions to be selected to get best power factor ഏറ്റവും നന്നായിരിക്കണം. അതിൻ്റെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, നമുക്കറിയാം. The slot loading should not exceed 500 ampere conductors. സ്ലോട്ട് ലോഡിങ് ഒരു പുതിയ ടേമാണ്. സ്ലോട്ട് ലോഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ലോട്ടിൽ എത്ര കണ്ടക്ടേഴ്സ് ഉണ്ടോ ആ ഓരോ കണ്ടക്ടേഴ്സിൽ കൂടെ പോകുന്ന കറണ്ട് ഒന്ന് തന്നെ. അപ്പോൾ ആ കണ്ടക്ടേഴ്സിൽ എല്ലാം കൂടി പോകുന്നു. അപ്പോൾ 10 കണ്ടക്ടറുണ്ട്. അതിനകത്തൂടെ 40 ആംപിയർ വീതം പോവുകയാണെങ്കിൽ സ്ലോട്ട് ലോഡിംഗ് എന്ന് പറയുമ്പോൾ 40 × 10 60 ആംപിയർ വീതം 10 കണ്ടക്ടേഴ്സിൽ കൂടെ പോവുകയാണെങ്കിൽ ഈ ഒരു സ്ലോട്ടിലുള്ള എല്ലാ കണ്ടക്ടേഴ്സിൽ കൂടെയും 60 ആംപിയർ പോകുകയാണെങ്കിൽ സ്ലോട്ട് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ 10 × 60 600. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. സ്ലോട്ട് ലോഡിംഗ് ഷുഡ് നോട്ട് എക്സീഡ് 500 ആംപിയർ കണ്ടക്ടേഴ്സ്. നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം നമുക്കൊരു ചെക്ക് നടത്തുന്നതിന് വേണ്ടിയാണത്. അപ്പം 500 ആംപിയർ കണ്ടക്ടേഴ്സ് താഴെയാണെങ്കിൽ ഓക്കെ. 500 ആംപിയർ കണ്ടക്ടേഴ്സ് മുകളിൽ പോവുകയാണെങ്കിൽ വി ഹാവ് ടു ചേഞ്ച് സംതിങ് ആൻഡ് റീഡിസൈൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സംഗതികളെല്ലാം കൂടെ KVA ഇൻപുട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ KW, ഇവിടെ KWയിലല്ല 140 HP ആണ്. HP KW ആക്കുന്നതിന് 140 × 0.7355. അതിന് ഒരു HP എന്ന് പറയുന്നത് 735.5 വാട്ട്സാണ്, അല്ലെങ്കിൽ 0.7355 KW ആണ് ഒരു HP. അതിനെ പവർ ഫാക്ടർ, അതിനെ എഫിഷ്യൻസിയും ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻപുട്ട് പവർ കിട്ടും. പവർ ഫാക്ടർ അത് 0.9 തന്നെ. പവർ ഫാക്ടറും ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് KVA കിട്ടും. അപ്പോൾ ഇൻപുട്ട് ഓഫ് KVA എന്ന് പറയുന്നത് Q = 127.1. ആൻസർ നിങ്ങൾ കാൽക്കുലേറ്റർ സ്വയം ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ ഒരു പ്രോബ്ലം കിട്ടുമ്പോഴേ തന്നെ ചെയ്യുമ്പോഴേ ചിലപ്പം കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ആ ഒരു പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് ഒരു പക്ഷേ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഔട്ട്പുട്ട് കോഎഫിഷ്യൻറ്റ് C0 എന്ന് പറയുന്നത് അത് 11 kW × B average × AC × 10⁻³ അപ്പോൾ C0 നമുക്ക് കണ്ടുപിടിക്കാം. 11 kW ഇവിടെ 0.96 ആണ് തന്നിട്ടുണ്ട്. B average 0.4, AC 25,000 ആംപിയർ കണ്ടക്ടേഴ്സ് പെർ മീറ്റർ × 10⁻³ അപ്പോൾ ഈ 105.6 NS 2F/P. P ഇവിടെ 12 ആണ്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ 2F/P എന്ന് പറയുമ്പോൾ 25/3 സൈക്കിൾസ് പെർ സെക്കൻഡ്. 12 പോൾ ആകുമ്പോഴെത്രയാണ്? NS ക്യാപിറ്റൽ NS 120F/P എന്ന് കണ്ടുപിടിക്കുമ്പോൾ × 60
എന്നുള്ള രീതിയിൽ വരും. ഇൻറ്റു 60 എന്ന് പറയുമ്പോൾ ശരിക്കും NS 500 ആണ്. സ്മോൾ NS അപ്പോൾ 25/3 എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് D²L പ്രോഡക്റ്റ് D²L നമ്മുടെ റിലേഷൻഷിപ്പ് Q = C0 D²L ഇൻറ്റു NS. അപ്പോൾ D²L പ്രോഡക്റ്റ് അത് നമ്മൾ കണ്ടുപിടിച്ചു 0.14443. ഇനി ഡിയും എല്ലും സെപ്പറേറ്റ് ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ ബെസ്റ്റ് പവർ ഫാക്ടർ കിട്ടണം. ഡിയും എല്ലും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പല കണ്ടീഷൻസ് ഉണ്ട്. ബെസ്റ്റ് പവർ ഫാക്ടർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പോൾ പിച്ച് സമം √0.18L. റൂട്ട് സൈൻ അകത്താണ്. ടോ എന്ന് പറഞ്ഞാൽ പോൾ പിച്ച. അപ്പോൾ L and D are in meters. അങ്ങനെയാണെങ്കിൽ √0.18L πD/P സമം √0.18L. അതിൽ നമുക്ക് D² കിട്ടും. ഈ സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് യു ഗെറ്റ് πD²/P² എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ വി ഗെറ്റ് D² ലൈക്ക് ദിസ് 2.63L. So D² is got, substitute D² in D²L product for 2.63L into L from 0.1443. So L equal to 0.234. And correspondingly we can find out D equal to 0.784 meter. ഇനി അടുത്തത് നമ്പർ ഓഫ് സ്റ്റേറ്റസ് ലോഡ്സ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് സ്റ്റേറ്റസ് ലോഡ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അതാത് പ്രോബ്ലം വരുമ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനകത്തൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, താഴെ 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ കാണാം. എന്താണ് ഇവിടെ നമ്മൾ ബി ആവറേജ് നമുക്കറിയാം 5P/πdL, വേർ 5 ഈസ് ദ ഫ്ലക്സ് പെർ പോൾ. ഒരു പോളിൻ്റെ ഫ്ലക്സ് 5 ആണെങ്കിൽ ഇൻഡക്ഷൻ മോട്ടറാണ്. ഫിസിക്കലി പോൾസൊന്നുമില്ല, പോൾസിൻ്റെ ഇഫക്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ്? സ്റ്റേറ്ററിൽ വെച്ചിരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് എന്ന് പറയുമ്പം 2 പോളിനോ 4 പോളിനോ 6 പോളിനോ 8 പോളിനോ 10 പോളിനോ 12 പോളിനോ അതുപോലെ അതിൽ കൂടിയ പോളിനോ നമുക്ക് വൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ പോൾ P = 12. അപ്പം ഇപ്പോൾ സാങ്കല്പികമായ 12 പോള വൈൻഡിങ് മൂലം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന പോളിൻ്റെ ഒരു പോളിൽ നിന്നുണ്ടാകുന്ന ഫ്ലക്സാണ് 5. 5 ഈസ് ദ ഫ്ലക്സ് പെർ പോൾ. 5 സമ അതിൽ നിന്ന് 5 ഇൻ വെബേഴ്സ് ഇസ് ബി ആവറേജ് ഇൻറ്റു πdL / P. ഈ എക്സ്പ്രഷനെല്ലാം അത് ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ പഠിച്ചിരുന്നാൽ തിരിച്ചും മറിച്ചും നമ്മൾ പ്രോബ്ലം നിരവധി ചെയ്യുമ്പോൾ അത് മെമ്മറിയിൽ വരും. 5 ഈക്വൽ ടു ബി ആവറേജ് ഈക്വൽ ടു 5P/πdL എന്നുള്ളത് നമ്മളത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ കറസ്പോണ്ടിംഗ്ലി അത് എഴുതിയിട്ടിട്ട് നമുക്ക് 5 സമം ബി ആവറേജ് ഇൻറ്റു πdL ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ ഇങ്ങനെ വരും. സോ യു ഗെറ്റ് 5 ഈക്വൽ ടു 0.0192 വെബ്. ഇനി അതിൽ നിന്ന് സ്റ്റേറ്റർ വോൾട്ടേജ് പെർ ഫേസിൻ്റെ റിലേഷൻഷിപ്പ് ഉണ്ട്. സ്റ്റേറ്റർ വോൾട്ടേജ് പെർ ഫേസ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ സ്റ്റേറ്റർ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഈക്വൽ ടു 4.44 kW ഇൻറ്റു KC ഇൻറ്റു KD എന്നുള്ളത് KW. അത് തന്നിട്ടുണ്ട്. FI/TPH, where F is the frequency and TPH the turns per phase. So turns per phase equal to EPH divided by EPH എന്താണ്? 3300 വോൾട്ട്സ് ആണ് വോൾട്ടേജ്. അപ്പോൾ ഇത് പെർ ഫേസ് വോൾട്ടേജ് കിട്ടാൻ മെഷീൻ എന്തായിട്ട് കണക്ട് സ്റ്റാർ കണക്റ്റഡ് മോട്ടർ ആണെന്ന് ഒരുപക്ഷെ പറയുന്നുണ്ടാകും. സ്റ്റാർ കണക്റ്റഡ് മോട്ടർ ആയിരിക്കും. സ്റ്റാർ കണക്റ്റഡ് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ നോക്കണം. സ്റ്റാർ കണക്റ്റഡ് എന്ന ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അഥവാ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് അസ്യൂം ചെയ്യണമായിരുന്നു. അപ്പോൾ അതിവിടെ വേണ്ട, ഇവിടെ സ്റ്റാർ കണക്റ്റഡ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ EPH സ്റ്റാർ കണക്റ്റഡ് ആയതുകൊണ്ട് ഫേസ് വോൾട്ടേജ് സമം ലൈൻ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ √3. അപ്പോൾ 3300 ഡിവൈഡഡ് ബൈ √3 ഡിവൈഡഡ് ബൈ 4.44/50/5 അതിൽ നമുക്ക് 465.6 എന്ന് വന്നു. അപ്പോൾ അത് 466 ടേൺസ് എന്നെടുത്തു. 466 ടേൺസ് എന്നെടുത്തു. അപ്പോൾ അത് എന്താണ്? ഒരു ഫേസിലെ ടേൺസ് പെർ ഫേസ്. ഇനി നമുക്ക് സ്ലോട്ട്സാണ് കണ്ടുപിടിക്കേണ്ടത്. സ്ലോട്ട്സ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റ് കണ്ടക്ടേഴ്സ്. അപ്പോൾ ഒരു ഫേസിൽ TPH സമം 466 ആണെങ്കിൽ TPH, അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് കണ്ടക്ടേഴ്സ് എത്ര വരും? ഒരു ഫേസിൽ TPH ടേൺസ് പെർ ഫേസ്.
അപ്പോൾ ഇത്ര കണ്ടക്ടേഴ്സ് ഉണ്ടാകും ഒരു ഫേസിൽ 466 × 2 അങ്ങനെ 3 ഫേസിൽ കൂടെ ആകുമ്പോൾ × 3 അല്ലെങ്കിൽ TPH പെർ ഫേസ് ടേൺസ് ആണെങ്കിൽ അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് മെഷീന് മൊത്തത്തിലുള്ള കണ്ടക്ടേഴ്സ്. TPH × 2 എന്ന് പറയുമ്പം ഒരു ഫേസിലെ കണ്ടക്ടേഴ്സായി. പിന്നെ അതിനെ 3 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതായത് 3 × 2 TPHനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സ്റ്റേറ്റ് കണ്ടക്ടേഴ്സ് കിട്ടും. 6 TPH. അതാണ് എഴുതിയിരിക്കുന്നത്. 2796 കണ്ടക്ടേഴ്സ് ഉണ്ട് ഓൾ ടുഗദർ. ഇനി അടുത്ത് നമുക്ക് സ്ലോട്ട് പിച്ച് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. സ്ലോട്ട് പിച്ച് ഇൻഡക്ഷൻ മോട്ടറിലെ സ്ലോട്ട് പിച്ച് വേരീസ് ബിറ്റ്വീൻ 15 to 25 mm. സ്ലോട്ട് പിച്ച്. അപ്പോൾ ഇതൊരു ബോക്സിനകത്ത് ഇട്ടേക്കുക. എന്താ സ്ലോട്ട് പിച്ച് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് സ്ലോട്ട് പിച്ച്? സ്ലോട്ട് പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്ലോട്ടും തൊട്ടടുത്ത സ്ലോട്ടിനും ഇടയിലുള്ള സ്ഥലമല്ല. ആക്ച്വലി വാട്ട് ഐ മെൻറ്റ് ഈസ് the center to center distance between two adjacent slots. അപ്പോൾ സ്ലോട്ട്സ് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇത് സ്ലോട്ട്, ഇത് ടീത്ത്, അപ്പം സ്ലോട്ട് ടീത്ത് അങ്ങനെ പോവുകയാണല്ലോ ഇടയ്ക്കുള്ള. അപ്പോൾ 2 സ്ലോട്ട് തമ്മിലുള്ള അകലമാണ്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent സ്ലോട്ട്സ്. തൊട്ടടുത്ത 2 സ്ലോട്ടുകളുടെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ ഒരു സ്ലോട്ടിൻ്റെ സ്ഥലവും ഒരു ടൂത്തിൻ്റെ സ്ഥലവും കൂടെ ചേരുന്നതാണ് സ്ലോട്ട് പിച്ച് എന്ന് പറയുന്നത്. ഒന്നുകിൽ ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഈ സ്ലോട്ട് വിഡ്ത്ത് അധികം ടൂത്ത് വിഡ്ത്ത്, അത് സ്ലോട്ട് പിച്ചാണ്. സോ സ്ലോട്ട് പിച്ച് തൽക്കാലം YS എന്ന് വിളിക്കുക അതിനെ. സ്ലോട്ട് പിച്ച് ദ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent സ്ലോട്ട്സ്. അപ്പോൾ അത് എത്രയാണ് ഇൻഡക്ഷൻ മോട്ടറിൽ? ദ സ്ലോട്ട് പിച്ച് വേരീസ് ബിറ്റ്വീൻ 15 to 25 mm. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് നമുക്ക് സ്ലോട്ടിൻ്റെ വിഡ്ത്ത് അത്ര കുറയാനും കൂടാനും പറ്റത്തില്ല. ഈ ലിമിറ്റിനുള്ളിലാക്കിക്കൊണ്ടേ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. സോ ദിസ് മീൻസ് ദാറ്റ്, അപ്പോൾ ഈ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നതിന്, ദിസ് മീൻസ് ദാറ്റ് ദ നമ്പർ ഓഫ് സ്റ്റേറ്റസ് സ്ലോട്ട് ലൈസ് ബിറ്റ്വീൻ. അപ്പം അതിൻ്റെ മൊത്തം സ്ലോട്ടുകളുടെ എണ്ണം എത്രയായിരിക്കും? നമുക്ക് ഇന്ന് കൊടുക്കാവുന്ന πD ബൈ സ്ലോട്ട് പിച്ച് 25 ആണെങ്കിൽ എത്ര സ്ലോട്ട് നമുക്ക് കുത്താൻ പറ്റും, പഞ്ച് ചെയ്യാൻ പറ്റും? സ്ലോട്ട് പിച്ച് 25 mm ആണെങ്കിൽ നമുക്കിതിനെ πD എന്നുള്ളത് DMM-ലായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇഫ് D ഈസ് ഇൻ MM, πD എന്ന് പറയുന്ന മൊത്തം ചുറ്റളവ് സർക്കംഫറൻഷ്യൽ, അത്രയും അളവിൽ നമുക്ക് എത്ര 25 mm മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എത്ര എണ്ണം കുത്താൻ പറ്റും? πD ബൈ 25 ആയിരിക്കും അന്നേരമുള്ള എണ്ണം. അതല്ല നമ്മൾ 15 mm എന്നും പറഞ്ഞെടുക്കുകയാണെങ്കിൽ πD ബൈ 15. അപ്പോൾ നമ്പർ ഓഫ് സ്ലോട്ട് ഷുഡ് ലൈ ബിറ്റ്വീൻ, ഇതിനിടയിലായിരിക്കും സ്ലോട്ടുകളുടെ എണ്ണം ആയിരിക്കണം. നമുക്കിവിടെ 0.784 നമുക്ക് D എന്നും പറഞ്ഞ് കിട്ടിയത്. അപ്പം MM-ൽ വരുമ്പോൾ 0.784 × 10⁻³ അപ്പം π × 0.784 × 10⁻³ ഡിവൈഡഡ് ബൈ 25, അത് 98 എന്ന് കിട്ടും. ആൻഡ് മറ്റേ 15 എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ πD ബൈ 15 കറസ്പോണ്ടിങ് ആയിട്ടുള്ള π × 0.784 × 10⁻³ MM-ലാക്കാം ഡിവൈഡ് ബൈ 15 സ്ലോട്ട് പിച്ച് 164. അപ്പോൾ നമുക്ക് ആകെ സ്ലോട്ടുകളുടെ എണ്ണം 98-നും 164-നും ഇടയിലാണെന്ന് കിട്ടി. ഇനി നമ്മുടെ മെഷീനിൽ സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് മസ്റ്റ് ബി ആൻ ഇൻറ്റിജർ ആസ് 2, 3, 4, 5. ഓരോ പോളിൻ്റെയും അടിയിലുള്ള സ്ലോട്ട്സ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ്, പോൾസ് ഓൾട്ടർനേറ്റ് ആയിട്ട് നോർത്ത് പോൾ, സൗത്ത് പോൾ, നോർത്ത് പോൾ, സൗത്ത് പോൾ, നോർത്ത് ഇങ്ങനെ പോയിരിക്കുകയാണ്. ഓരോ പോളിൻ്റെ അടിയിൽ ഓരോ ഫേസിനും 3 ഫേസ് ഉണ്ട് നമുക്ക്, RYB. ഈ 3 ഫേസിനും നമ്മൾ സ്ലോട്ട് കൊടുക്കണം. അപ്പോൾ ഒരു പോളിൻ്റെ അടിയിൽ
ഒരു ഫേസിന് എത്ര സ്ലോട്ട്സ് ഉണ്ട്, അതാണല്ലോ സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ്. അത് മിനിമം 2 അല്ലെങ്കിൽ 3, 4, 5 അങ്ങനെ ഒക്കെ പോകും. പ്രാക്ടിക്കലി മെഷീൻ ഒരു ഈ വാല്യൂസാണ് വരുന്നത്. വലിയ മെഷീൻ ആകുമ്പോഴത്തേക്ക് കൂടാം, വലിയ ഡയമീറ്ററൊക്കെ ഉള്ളത്. അപ്പോൾ 2, 3, 4, 5 ഇതിനുണ്ട്. അപ്പോൾ ഇൻറ്റിജർ വാല്യൂ ആയിരിക്കണം ഇത്. ദ സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് മസ്റ്റ് ബി ആൻ ഇൻറ്റിജർ. ഈ സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസിന് നമ്മൾ വേറെ ഒരു ലെറ്റർ കൊടുക്കും, എം എന്ന് പറയുന്ന സംഗതി. ദാറ്റ് ഈസ് 2, 3, 4, 5 ആൻഡ് സോ ഓൺ. നമുക്ക് നോക്കാം. അക്കോർഡിംഗ്ലി ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേറ്റസ് സ്ലോട്ട്സ് ഫോർ ഡിഫറെൻറ്റ് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് ആർ ആസ് ഫോളോസ്. അപ്പോൾ സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് 2, 3, 4, 5 ഇങ്ങനെ എടുക്കുമ്പോൾ സ്റ്റേറ്റസ് സ്ലോട്ട് ആകെ സ്ലോട്ടുകളുടെ എണ്ണം 2 ആകുമ്പോൾ സ്റ്റേറ്റസ് സ്ലോട്ട്സ് 72 ആകും. എങ്ങനെയാണ് വരുന്നത്? 12 പോളുണ്ട് എല്ലാ പോളിലും. അപ്പോൾ ഇതേ ഗുണം പെർ ഫേസ് ആകുമ്പം 6, പെർ ഫേസ് ആകുമ്പോൾ 3 ഫേസ് ആണല്ലോ. അപ്പോൾ ഒരു പോളിൻ്റെ അണ്ടറിൽ സ്ലോട്ടുകളുടെ എണ്ണം ഇതിനെ 3 കൊണ്ട് ഗുണിക്കണം, പിന്നെ അതിനെ 12 കൊണ്ട് ഗുണിക്കണം. എത്ര പോളുണ്ട്? 12 പോൾസ് ആർ ദെയർ. P = 12 ആണ്. അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ ടോട്ടൽ സ്ലോട്ട്സ് സ്റ്റേറ്റസ് സ്ലോട്ട്സ് എത്ര വേണം? 2 സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ മൊത്തം സ്റ്റേറ്റസ് സ്ലോട്ട്സ് 72 വരണം. അപ്പോൾ ഇതിനെ 2 ഗുണം 3 ഗുണം 12 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 36 കൊണ്ട് ഗുണിക്കണം ഇവിടെയോ അതേപോലെ ഇത് സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് ഇവിടെയും 36 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 108 മൊത്തം സ്റ്റേറ്റസ് സ്ലോട്ട്സ് ഇങ്ങനെ വരും. അങ്ങനെ വരും. സ്റ്റേറ്റസ് സ്ലോട്ട്സ് 36 കൊണ്ട് ഗുണിക്കുമ്പോൾ 108 എന്ന് വരും. അപ്പം സ്റ്റേറ്റസ് സ്ലോട്ട്സ് 4 കൊണ്ട് ഗുണിക്കുമ്പോഴോ ഇതിനെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 36 ഗുണം 144, 36 ഗുണം 4 144, 36 ഗുണം 5 180. അപ്പോൾ ഈ സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ് വിവിധങ്ങളായ ഈ സ്റ്റേറ്റസ് അതിന് കറസ്പോണ്ടിങ് ആയുള്ള ടോട്ടൽ സ്ലോട്ട്സ് എന്ന് സ്റ്റേറ്റസ് സ്ലോട്ട്സ് എന്ന് ഇങ്ങനെ. ദെൻ വി ക്യാൻ ഐദർ യൂസ് നമ്മുടെ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച 98-നും 164-നും ഇടയ്ക്കായിരിക്കണമെന്നാണ്. 96-നും 98-നും 164-നും ഇടയ്ക്കായിരിക്കണമെന്നാണ്. അപ്പം നമുക്ക് ഈ 98-നും 164-നും എന്ന് പറഞ്ഞാൽ 2 എണ്ണമേ അതിനകത്ത് നമുക്ക് ബാധകമായിട്ടുള്ളൂ. 108 എന്ന് പറയുന്ന ഈ പറഞ്ഞ സംഗതിക്ക് ഇടയ്ക്കാണ് 144-ഉം. Thus we can either use 108 number of slots or 144 number of slots. When number of status slots equal to SS, number of status slots in the symbol, 108 conductors per slot. മൊത്തമുള്ള കണ്ടക്ടേഴ്സ് 2796 ഡിവൈഡ് ബൈ 108 സ്ലോട്ട് ആകുമ്പോൾ കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട് 25.88 26 വരും. അപ്പോൾ സ്റ്റേറ്റ് കറണ്ട് പെർ ഫേസ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 127.1 ആണ് ഇതിൻ്റെ KVA ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 3 പെർ ഫേസ് എടുക്കുന്നു. അതിനെ പിന്നെ EPH നേരത്തെ കറണ്ട് കണ്ടുപിടിക്കുന്ന കാണിച്ചുള്ള സ്റ്റേറ്റ് കറണ്ട് പെർ ഫേസ് ഇൻറ്റു സ്റ്റേറ്റ് വോൾട്ടേജ് പെർ ഫേസ് എന്ന് പറയുന്നതാണ് വോൾട്ടാമ്പിയർ പെർ ഫേസ്. അപ്പോൾ വോൾട്ടാമ്പിയർ ആക്കാൻ 10⁻³ കൊണ്ട് ഗുണിച്ചു, പെർ ഫേസ് ആക്കാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കറണ്ട് പെർ ഫേസ് എന്ന് പറയുന്നത് 22.24. ഇനി ആംബിയർ കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട് അത് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു സ്ലോട്ടിൽ ആംബിയർ കണ്ടക്ടേഴ്സ് അതാണല്ലോ സ്ലോട്ട് ലോഡിങ്. കറണ്ട് എന്ന് പറയുന്നത് 22.2 ഇൻറ്റു കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്. ഒരു സ്ലോട്ടിലെ കണ്ടക്ടേഴ്സ് 26 എന്ന് കിട്ടി, 26. അപ്പോൾ നമുക്ക് ഗുണിക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 578 എന്ന് വരുന്നു. അപ്പോൾ ഗ്രേറ്റർ ദാൻ 500. അപ്പോൾ അത് ദിസ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. നമുക്കത് സ്ലോട്ട് ലോഡിങ് 500-ൽ താഴെ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. 500-ൽ താഴെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? വി ഹാവ് ടു സോ ദ നമ്പർ ഓഫ് സ്ലോട്ട്സ് കനോട്ട് ബി സേ 108. സോ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് നമ്പർ സ്ലോട്ട്സ് 144 എടുക്കുമ്പോഴോ ദ കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട് മൊത്തമുള്ള കണ്ടക്ടേഴ്സ് ഒരു സ്ലോട്ടിൽ വരുന്ന കണ്ടക്ടേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കണം. 2796 ഡിവൈഡ് ബൈ 144 സമം 19.41. അപ്പോൾ അതിൻ്റെ ഹയർ വാല്യൂ എടുക്കുക 20. അപ്പോൾ നമ്മൾ സ്ലോ ലോഡിങ് എത്ര വരും? ആംബിയർ കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്, ഒരു സ്ലോട്ടിൽ ആംബിയർ കണ്ടക്ടേഴ്സ്, അതാണ് സ്ലോ ലോഡിങ്. കറണ്ട് നേരത്തെ കണ്ടുപിടിച്ച 22.24 ഇൻറ്റു എത്ര കണ്ടക്ടേഴ്സ് 20 കണ്ടക്ടേഴ്സ് ആണെന്ന് കിട്ടി.
അപ്പോൾ ഇത് 447.8 ലെസ് ദൻ 500. അപ്പോൾ സ്ലോ ലോഡിങ് 500 താഴെയാണ്. സോ ദ കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ ദിസ് ഇസ് ഓക്കെ. സോ ദ ടോട്ടൽ സ്റ്റേറ്റസ് ലോഡ്സ് ഇസ് 144. യൂസ് 144 സ്ലോട്ട്സ്. അങ്ങനെയാകുമ്പോൾ വിത്ത് 20 കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്.